മക്കളെ, ഇന്ന് നമുക്ക് ഫസ്റ്റ് ടേമിനെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നിങ്ങൾക്ക് 25 മാർക്കിനാണ് എക്സാം ഉണ്ടാവുന്നത്. 25 മാർക്ക്, 6 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. അതിൽ നിങ്ങൾക്ക് 5 എണ്ണം മാത്രം ചെയ്താൽ മതി. ടോട്ടലായിട്ട് നിങ്ങൾക്ക് 6 പ്രവർത്തനം ചെയ്യാൻ തരും. ഉണ്ടോ? ഒന്നാമത്തെ പ്രവർത്തനമാണിത്. ഗതിവിധി 1 എഴുതും, ഗതിവിധി 2, ഗതിവിധി 3, ഗതിവിധി 4, ഗതിവിധി 5, ഗതിവിധി 6. കണ്ടോ? അത്രയും പ്രവർത്തനങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അതിൽ നിങ്ങൾ 5 എണ്ണം ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രയാസമുള്ളത് നിങ്ങൾ ചെയ്യണ്ട. 5 എണ്ണം. അതെല്ലാം നിങ്ങൾക്ക് 6 എണ്ണം നന്നായിട്ട് അറിയും. 6 എണ്ണം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 6 എണ്ണം ചെയ്തോ, ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഒരു കവിത തന്നിരിക്കുകയാണ്. കവിതയുടെ കുറച്ച് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് എന്ത് ചെയ്യണം? താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതണം. നിങ്ങൾക്ക് ഏറെ ഇങ്ങനെ തന്നെയാണ് വരിക. ഫസ്റ്റ് തന്നെ ചിലപ്പോൾ കവിതയായിരിക്കും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിരിക്കും തരുന്നത്. അത് വായിക്കുക, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. അങ്ങനെ തന്നെയാണ് ഏറെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ആക്ടിവിറ്റി നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം, ഒന്നാമത്തെ ആക്ടിവിറ്റി. പിന്നെ 2 മുതൽ അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും, ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് അറിയാത്ത ഒന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. കവിതാംശ പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തറിലേക്ക്. കവിത വായിക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിടിയാം ആയി, ചിടിയാം ആയി. എല്ലാ കുട്ടികളും വായിക്കാൻ പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും, ചിഹ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം വായിക്കണം. ഓക്കെ, ടീച്ചറിന്റെ സഹായമില്ലാതെ സ്വയം വായിക്കുക. സമയമെടുത്ത് സാവധാനം സ്വയം വായിച്ചിട്ട് ചെയ്താൽ മതി. അത്രയ്ക്കുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾക്കുള്ളൂ. ഓക്കെ, ചിടിയാം ആയി, ചിടിയാം ആയി. പ്യാരി പ്യാരി ചിടിയാം ആയി. സുന്ദർ സുന്ദർ ചിടിയാം ആയി. उड़ती उड़ती चिड़ियाम आई. फुदक फुदक कर चिड़ियाम आई. मेरी प्यारी चिड़ियाम आई. ചിടിയാം നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ തന്നത് ചിടിയാം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫില്ല് ചെയ്യാൻ തന്നിരിക്കുകയാണ് പ്യാരി കാലി. അപ്പൊ നിങ്ങൾ ഈ തന്നിരിക്കുന്ന വരികളിലേക്ക് നോക്കുക. ചിടിയാം കഴിഞ്ഞിട്ട് എന്താണുള്ളത്? പ്യാരിയാണോ കാലിയാണോ? കണ്ടോ? ചിടിയാം ആയി, പ്യാരി പ്യാരി ചിടിയാം ആയി, അല്ലേ? പ്യാരി പ്യാരി ചിടിയാം എന്നാണ് പറയുന്നത്. അപ്പൊ ആൻസറില് പ്യാരി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ആൻസർ? പ്യാരി. കണ്ടോ? ഞാൻ ഇവിടെ തന്നെ എഴുതിയതാണ്. പ്യാരി എന്നാണ് ആൻസർ വരുന്നത്. അടുത്തത് സമാൻ ധ്വനി വാലെ ശബ്ദ ലിഖേ. സമാൻ ധ്വനി വാലെ ശബ്ദ ലിഖേ. ഒരേ ധ്വനി വരുന്നത്, ഒരേപോലെ. പ്യാരി പ്യാരി. അപ്പൊ നിങ്ങൾക്ക് ഇതിലിതാ പ്യാരി പ്യാരി, സുന്ദർ സുന്ദർ, ഉടുത്തി ഉടുത്തി, ഫുദക് ഫുദക്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഉദാഹരണം തന്നെ കണ്ടോ? പ്യാരി പ്യാരി ഒരേപോലെ. അപ്പൊ നിങ്ങൾ കവിതയിലേക്ക് നോക്കുക. അതേപോലെ തന്നെ 1-2 പ്രാവശ്യം വരുന്നത് ഏതാ നോക്കുക. കണ്ടോ? അവിടെ 1-2 പ്രാവശ്യം വരുന്നുണ്ട്. ഇവിടെ ഉടുത്തി എന്നുള്ള ഒന്നും കൂടെ വരുന്നുണ്ട്. ഫുദക്ക് കണ്ടോ? അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ എന്താണ്? പ്യാരി പ്യാരി, സുന്ദർ സുന്ദർ, ഉടുത്തി ഉടുത്തി, ഫുദക് ഫുദക്. അതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത് നോക്കാം. ശീർഷക ലിഖേൻ. ശീർഷക ലിഖേ പറഞ്ഞാല് ഈ കവിതയ്ക്ക് പേര് കൊടുക്കാനാണ്. തലക്കെട്ട്. മനസ്സിലായോ? ഈ കവിതയ്ക്ക് ഒരു പേര് കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പേര് ഇതൊന്നും നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. പേര് കൊടുക്കുന്നതിനുള്ള മാർക്ക് ഓരോ കുട്ടികൾക്കും ഓരോ ഭാവനയാണല്ലോ ഉണ്ടാവുക. അതിനനുസരിച്ചിട്ടായിരിക്കും പേര് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പേര് കൊടുത്താലും അതിന്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ശീർഷക ലിഖിയും എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നത്. അപ്പോൾ ഇതിന് ചിടിയാന്നുണ്ട്, പ്യാരി ചിടിയാന്നുണ്ട്, സുന്ദർ ചിടിയാന്നുണ്ട്, ഉടുത്തി ചിടിയാണ്ട്, ഫുദക്ക് ഫുദക്ക് കർ ചിടിയാം, മേരി പ്യാരി ചിടിയാം, അല്ലേ? അപ്പൊ ഈ വരികളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പേരായിട്ട് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്യാരി ചിടിയ. ഓക്കെ, ഇനി അടുത്തത് ഗതിവിധി 2 ആണ്. സൂചന, പ്രൊഫൈൽ പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ.
താഴെ തന്നിരിക്കുന്ന പ്രൊഫൈൽ വായിക്കുക എന്നിട്ട് ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക. നിങ്ങൾ ഓരോ കുട്ടികളും സ്വന്തം പ്രൊഫൈൽ തയ്യാറാക്കാൻ പഠിക്കണം. ഓക്കെ, നിങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇതന്നെ പഠിച്ചാൽ മതി. കക്ഷ 5ലാണ് നിങ്ങൾ പഠിക്കുന്നത്, അതന്നെ എഴുതുക. സ്കൂൾ GUPS, പിന്നെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര് എഴുതണം കേട്ടോ. പിന്നെ ആയു 10, ആ 10 തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ 10 അല്ല 11 ആയാലും 10 തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി 10 വയസ്സല്ല എനിക്ക് 11 വയസ്സായിട്ടുണ്ടല്ലോ, ഞാൻ 10 എന്നാണല്ലോ എഴുതിയത്, ടെൻഷൻ ഒന്നും വേണ്ട, 10 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 10 എന്നാണ് നിങ്ങൾക്ക് എഴുതാൻ അറിയുന്നതെങ്കിൽ 10 എന്ന് എഴുതാം. നീനു കി ആയു കിത്തനി ഹെ, ഇവിടെ ചോദിച്ച ചോദ്യം. അതായത് ഇവിടെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. നീനു കക്ഷ 5 സ്കൂൾ GUPS നഗരൂർ ആയു 10. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏകദേശം വരുന്ന വയസ്സ് എന്ന് പറഞ്ഞാൽ 10 വയസ്സ് തന്നെയാണ് 5 പഠിക്കുന്ന കുട്ടിക്ക് വരുന്ന വയസ്സ്. അപ്പോൾ അതിലുള്ള നീനുവിന്റെ പ്രൊഫൈലാണ് ഇവിടെ തന്നിരിക്കുന്നത്. നീനുക്ക് ആയു കിത്തനി ഹെ, നീനുവിന്റെ പ്രായം എത്രയാണ് എന്നാണ് ചോദിച്ചത്. 5 10, ഇതിൽ ഏതാണ് ആൻസർ? 10 അല്ലേ? 10 ആണ് ശരി. അപ്പൊ 10 എന്ന് നിങ്ങൾ എടുത്തെഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പനെ ബാരേമേ ലിഖിയേ, നിങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ എന്താ വേണ്ടത്? നാം എന്നുള്ളിടത്ത് നിങ്ങളെ പേര് എഴുതണം, ക്ലാസ് 5 തന്നെ എഴുതണം, സ്കൂളിന്റെ പേര് നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം, വയസ്സ് ഇത് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പേര് കൊടുത്തു ഉമ എന്നാണ് പേര് കൊടുത്തത്. ഉമ, കക്ഷ 5 GUPS കൊല്ലം, ആയു 10. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പേരിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് എഴുതാം. നിങ്ങളുടെ പേര് നിങ്ങൾ ഫസ്റ്റ് തന്നെ എഴുതി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 5ാം ക്ലാസ്സിലുള്ള മക്കള് ആദ്യം തന്നെ നിങ്ങളുടെ പേര് ഹിന്ദിയിൽ എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ പഠിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. നാളെ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പേര് ഹിന്ദിയിൽ എഴുതി പഠിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ അത് ഹിന്ദിയിലേക്ക് എഴുതി തരാം. ഓക്കെ, കക്ഷ 5 GUPS കൊല്ലം, ആയു 10 ആണ്. ഇനി അടുത്ത നോക്കാം. ഗതിവിധി 3 ആണ്. സൂചന ചിത്ര കെ ലിയേ ശബ്ദ ലിഖേ, ചിത്രത്തിന് എന്ത് ചെയ്യണം? ശബ്ദ ലിഖേം. ഈ ചിത്രത്തിന്റെ ഒക്കെ ശബ്ദം എഴുതാനാണ് പറഞ്ഞത്. അതിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങളെ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് വായിച്ച് കണ്ടെത്തി എഴുതിയാൽ മാത്രം മതി. 5ാം ക്ലാസ്സിന് മാത്രമേ ഇങ്ങനത്തെ പരിഗണനയുള്ളൂ കേട്ടോ. 5ാം ക്ലാസ്സിൽ നിങ്ങൾ ഹിന്ദി തുടങ്ങുന്ന കുട്ടികളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങളത് എന്ത് ചെയ്യണം? നന്നായിട്ട് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ചിടിയ, ഇതവിടെ ചിടിയ, പേട്, കേക്കട, കണ്ടോ? കേക്കട ഞണ്ടിന് പറയുന്ന പേരാണ് കേക്കട. മച്ചലി, ഗർ, ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ പറയുന്നത്? ഗർ പറഞ്ഞ വീടാണ്, പേട് മരമാണ്, ചിടിയ പറഞ്ഞ പക്ഷിയാണ്, കേക്കട ഞണ്ടാണ്, മച്ചലി മീനാണ്. നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ സ്ഥാനത്ത് പേരെഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഉചിത വാക്യാംശ ചുൻകർ ചിത്രക്കെ നീച്ചെ ലിഖേം, ഉചിതമായ സെന്റൻസ് കണ്ടെത്തി ചിത്രത്തിന് താഴെ എഴുതുക എന്നാണ് പറഞ്ഞത്. ഇവിടെ താഴെ എഴുതാനുള്ള സ്പേസ് ഇല്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പക്ഷി ഉണ്ടല്ലോ, യഹ് ചിടിയ ഹേ, ഇത് ചിടിയയാണ്, ഇത് പക്ഷിയാണ്. രണ്ടാമത്തതോ, ഒരു പക്ഷി പറക്കുകയാണ് അല്ലേ? പക്ഷി പറക്കുന്നതിന് എന്താ പറയാ? ചിടിയ ഉടുത്തി ഹേ, കണ്ടോ? ചിടിയ ഉടുത്തി ഹേ, നേരെ ഞാൻ വരച്ചിട്ടുണ്ട് അതിലേക്ക്, ചിടിയ ഉടുത്തി ഹേ. ഇനി അടുത്തത് എന്താണ്? പക്ഷി വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുൽക്കൊടിയൊക്കെ കൊത്തി വരികയാണ് അല്ലേ? ചിടിയ തിനക്കോം സേ ഗർ ബനാത്തി ഹേ, കണ്ടോ? ഇതാണ് ചിടിയ തിനക്കോം സേ ഗർ ബനാത്തി ഹേ. ഈ പിക്ചറിനുള്ള സെന്റൻസ് ആണത്. ഇനി അടുത്തത് നോക്കാം. ചിടിയാക്കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ, പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ പറന്നു പോകുന്നു. ഇതാ പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത് കണ്ടാ? അവിടേക്കാണ് നമ്മൾ ചിടിയാക്കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ എന്ന് എഴുതി കൊടുക്കേണ്ടത്. വൃത്തിയായിട്ട് നന്നായിട്ട് ഇത്തിരി വലിപ്പത്തിലൊക്കെ എഴുതാം, വളരെ വലുതായിട്ടല്ല. എങ്കിലും നന്ന കുഞ്ഞിയായിട്ട് എഴുതരുത്. ഏറെ കുട്ടികളും ചെറുതായിട്ട് എഴുതും. ചെറുതായിട്ട് എഴുതി ആദ്യം തന്നെ പഠിക്കരുത്, കുറച്ച് വലിപ്പത്തിൽ എഴുതി പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ, എന്താ കണ്ടോ? പക്ഷി കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൂട്ടിലിരിക്കുന്ന കണ്ടോ? അതാണ് ഇതിന്റെ സെന്റൻസ്. ഈ പിക്ചറിന്റെ സെന്റൻസ് ആണ് ഇത്. ഓക്കെ,
ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. സഹി മിലാൻ കർക്കെ ലിഖേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സഹി മിലാൻ കർക്കെ ലിഖേ. 1 2 3 4 5 വരെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 5 വരെ ഒന്ന് എഴുതാൻ പഠിക്കണം. 1 2 3 4 5 ട്ടോ. അപ്പൊ 1 ഇതാണ് 1, 2 2 3 4 5. മനസ്സിലായോ? അക്ഷരങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഏക്കിന് എ എന്നുണ്ട്, കാന്നുണ്ട്. ദോ ദാ ദാ ഓ ചിഹ്നം. തീൻ താ താ ഈ ചിഹ്നം ന തീൻ. അടുത്തത് ചാർ ച ആ ചിഹ്നം ര ചാർ. അടുത്തത് പാഞ്ച് പാ ഉണ്ടാ. പാ എന്നുള്ള അക്ഷരം കാണുമ്പോൾ തന്നെ പാ അതിൻ്റെ അടുത്ത് തന്നെ ദീർഘം പാ. പിന്നെ അനുസ്വാരം പാഞ്ച് പാഞ്ച്. ഗതിവിധി 6 ആണ്. സൂചന രംഗ് ഭരി. അടുത്ത് നിറം നൽകാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. രംഗ് ഭരി നിറം നൽകുക. നിറങ്ങൾ നിങ്ങൾ പഠിച്ചതല്ലേ, നിറത്തിന്റെ പേര് അല്ലേ. കളറ് നീല പറഞ്ഞാല്, ലാല് പറഞ്ഞാല്, കാല, ഹര, ഇതൊക്കെ ഏത് കളറാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ നീല ഒന്നാമത്തെ കള്ളിയിലാണ് നീല കൊടുക്കാൻ പറഞ്ഞത്. ഇവിടെ 1 എന്ന നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യനില്. 1 എന്ന നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 1 എന്ന നമ്പർ ഉള്ള സ്ഥലത്ത് ഇത് കൊടുത്തു നീല. ലാൽ 2 എന്ന് ഇവിടെ 2 നമ്പർ ഉണ്ടായിരുന്നു. ആ 2 എന്ന നമ്പറിലാണ് എന്ത് കൊടുത്തത്, ലാല് കൊടുത്തത്. പിന്നെ മൂന്നാമത്തത് കാലായാണ്. കാല കറുപ്പ്. ഇവിടെ കറുപ്പ് 3 നമ്പർ ഉണ്ടായിരുന്നിടത്ത് കറുപ്പ് കൊടുത്തു. ഇനി ഹര 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 പറഞ്ഞ പച്ച. ഹര പറഞ്ഞാൽ എന്താണ്, പച്ചയാണ്. നല്ല പച്ച കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത് കൊടുത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു തന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവാതെ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. വളരെ സിമ്പിളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ഫുൾ മാർക്ക് വാങ്ങുക. നന്നായിട്ട് ശ്രദ്ധയോടെ ചെയ്യുക. വായിച്ചു നോക്കുക. വായിച്ചിട്ട് ചെയ്യുക. വെറുതെ നോക്കി ഒരുപോലെ ഉള്ളത് എടുത്തെഴുതുക. ഒരേപോലെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്. നന്നായിട്ട് വായിച്ചിട്ട് ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ.